രവിചന്ദ്രൻ സാർ വരുമ്പം അതെ. ഇയാളൊക്കെ എന്ത് യുക്തിവാദിയാണ്, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കലാനാഥൻ മാഷൊക്കെ എത്ര നല്ല മനുഷ്യനായിരുന്നു. ഉം. കലാനാഥൻ മാഷിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ആ, ഇടമറുകും അതിന് മുമ്പുള്ള അതെ, അതെ. ആൾക്കാർ എന്ത് നല്ല മനുഷ്യരായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ ആൾക്കാർ. ഇതിനൊരു കഥയുണ്ട്. ഒരു കടത്തുകാരന്റെ കഥ പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല. അതായത് ഒരു കടത്തുകാരനുണ്ട് ഒരു നാട്ടില്. ഉം, അപ്പോൾ ഈ കടത്തുകാരൻ എല്ലാ തവണയും ആളുകളെ വഞ്ചി കയറ്റി അപ്പുറത്തെ കരയിലെത്തിക്കും. ഉം, പക്ഷെ അവരെ കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടാണ് ഇറക്കി വിടുക. ഓക്കെ. അപ്പോൾ ആളുകൾ എന്നും ഇയാളെ പ്രാകും. ഉം, ഇയാളെന്തൊരു പിശുക്കനാണ്, എന്താണ് ഇങ്ങനെ, ഒരു ലേശം കൂടി അങ്ങനെ നീക്കിയാൽ ഞങ്ങൾക്ക് നടന്നു കയറാലോ ആ, എന്ന് പറഞ്ഞ് എല്ലാവരും പ്രാകും. പക്ഷെ വേറെ വഴിയില്ലല്ലോ, പാലമില്ല. ഉം, അത് കഴിഞ്ഞ് അയാൾ കുറേ കാലം കഴിഞ്ഞ് വയസ്സായി മരിച്ചു. അയാളുടെ മകൻ കടത്തുകാരനായിട്ട് വന്നു. ഉം. മകൻ അരയ്ക്കൊപ്പം വെള്ളത്തിൽ കൊണ്ട് ഇറക്കാൻ തുടങ്ങി. അപ്പൊ നാട്ടുകാർ പറയും, ഓ, ഇയാളുടെ തന്തയായിരുന്നു അപ്പൻ ഭേദം. തന്ത എന്തൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉം, ഇതൊരു വശമുണ്ട്. ഉം, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും എനിക്കിതിനകത്തൊരു അങ്ങനെ ഒരു സന്തോഷം ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. ഉം, അതും നമ്മൾ പറയണല്ലോ. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊരു ഒരു എക്സ് മുസ്ലിം മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇതിനെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചത്. ഉം, ഇപ്പോൾ എക്സ് മുസ്ലിം സംഘടനയുടെ കോ ഫൗണ്ടറായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളത് ഒരു ഒരു ആശയമായിട്ട് ഇത് കൊണ്ടുവന്നത്. അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ്. ഉം, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്ലോബൽ റെലവൻസ് ഉണ്ട്. ഉം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അതിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. മുസ്ലിങ്ങളുടെ അകത്തു നിന്ന് തന്നെ ഇത്തരം ശബ്ദങ്ങൾ വരുമ്പോൾ അവർക്കൊരു ഉം. ഒരു കോൺഫിഡൻസ് കിട്ടണം, അല്ലെങ്കിൽ ആ സാധനത്തിന് ആക്സെപ്റ്റൻസ് വരണം. ഇതാണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം എക്സ് മുസ്ലിം ആവുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അതിനുള്ള സപ്പോർട്ട്. ഉം. ഇത് രണ്ടാണ് അതിൽ വരിക. പക്ഷെ ഇപ്പോൾ സംഭവിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് മുസ്ലിങ്ങളെ എന്നുള്ള രീതിയിൽ ആർക്കും അങ്ങനെ നമ്പാൻ പറ്റില്ല. അവരെ അവരെല്ലാവരും ഒന്നും ഒരേപോലെ അല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മിനാൽ ഉജ്ജ്വലമായിരിക്കും അതെ, പ്രകടനം. ഉജ്ജ്വലമായിരിക്കും.